ഇസ്രായേലുമായുള്ള യുദ്ധത്തിൽ ഇന്ത്യ നൽകിയ പിന്തുണയ്ക്ക് നന്ദി പറഞ്ഞ് ഇറാൻ. 12 ദിവസം നീണ്ടുനിന്ന സംഘർഷത്തിൽ ഇന്ത്യ നൽകിയ ധാർമ്മിക പിന്തുണയ്ക്കും ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചുകൊണ്ടുള്ള സന്ദേശങ്ങൾക്കും ഇന്ത്യയിലെ സ്വാതന്ത്ര്യപ്രിയരായ ജനങ്ങളോടുള്ള നന്ദി ഇറാൻ അറിയിച്ചു. ഡൽഹിയിലെ ഇറാനിയൻ എംബസി സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ എക്സിലൂടെയാണ് ഇന്ത്യയോടുള്ള നന്ദി പ്രകടിപ്പിച്ചത്. ഇസ്രായേലുമായി നടന്ന സമീപകാല സൈനിക സംഘട്ടനത്തിൽ വിജയിക്കാനായി എന്നാണ് ഇറാൻ അവകാശപ്പെടുന്നത്. സംഘർഷ സമയത്ത് ഇറാനൊപ്പം ഉറച്ചുനിന്ന ഇന്ത്യയിലെ രാഷ്ട്രീയ നേതൃത്വത്തിനും പാർലമെന്റ് അംഗങ്ങൾക്കും സാധാരണ പൗരന്മാർക്കും പ്രവർത്തകർക്കും സർക്കാരിതര സംഘടനകൾ, മത ആത്മീയ നേതാക്കൾ, സർവകലാശാല പ്രൊഫസർമാർ, മാധ്യമങ്ങൾ, സാമൂഹിക പ്രവർത്തകർ എന്നിവർക്കും നന്ദി അറിയിക്കുന്നതായി ഇറാനിയൻ എംബസി എക്സിൽ പങ്കുവച്ച പോസ്റ്റിൽ പറഞ്ഞു. സംഘർഷത്തിന്റെ അവസാന ദിവസങ്ങളിൽ ഇസ്രായേലിനെ പിന്തുണയ്ക്കുന്ന അമേരിക്കയും യുദ്ധത്തിൽ പങ്കുചേർന്നിരുന്നു. ഇറാനിലെ ആണവ കേന്ദ്രങ്ങൾ തന്ത്രപരമായ രഹസ്യ നീക്കത്തിലൂടെ അമേരിക്കൻ സൈന്യം ബോംബിട്ട് തകർത്തു. ഇതിനുശേഷം US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ മധ്യസ്ഥതയിൽ ഇരു രാജ്യങ്ങളും തമ്മിൽ വെടിനിർത്തൽ കരാറിലേക്ക് എത്തി. വെടിനിർത്തൽ പ്രഖ്യാപനത്തിനു ശേഷവും മണിക്കൂറുകളോളം ഇരു രാജ്യങ്ങളും ആക്രമണം തുടർന്നു. ജൂൺ 23-നാണ് വെടിനിർത്തൽ പ്രാബല്യത്തിൽ വന്നത്. ജൂതന്മാർക്ക് വേണ്ടി വാദിക്കുന്ന ഒരു ഭരണകൂടത്തിന്റെ സൈനിക ആക്രമണത്തിന് വിധേയരായ ഇറാനിയൻ ജനതയോടുള്ള ഇന്ത്യയുടെ ഐക്യദാർഢ്യ സന്ദേശങ്ങളും പൊതുപ്രസ്താവനകളും പ്രോത്സാഹനമായിരുന്നുവെന്ന് ഇറാനിയൻ എംബസി പോസ്റ്റിൽ പറഞ്ഞു. ഈ പ്രവർത്തനങ്ങൾ രാഷ്ട്രത്തിന്റെ ഉണർന്നിരിക്കുന്ന മനസാക്ഷിയെയും നീതിയോടും അന്താരാഷ്ട്ര നിയമ തത്വങ്ങളോടുമുള്ള അവരുടെ പ്രതിബദ്ധതയും വ്യക്തമായി പ്രതിഫലിപ്പിക്കുന്നുവെന്നും ഇന്ത്യയിലെ ഇറാനിയൻ എംബസി ചൂണ്ടിക്കാട്ടി. ഫോർദോ, നദാൻസ് എന്നിവിടങ്ങളിലെ ഇറാന്റെ ആണവ കേന്ദ്രങ്ങളിൽ US നടത്തിയ വ്യോമാക്രമണങ്ങളെ എംബസി അപലപിച്ചു. UN ചാർട്ടറിന്റെയും മാനുഷിക തത്വങ്ങളുടെയും അന്താരാഷ്ട്ര നിയമങ്ങളിലെ അടിസ്ഥാന മാനദണ്ഡങ്ങളുടെയും ലംഘനമാണിതെന്നും എംബസി പറഞ്ഞു. സംഘർഷത്തിനിടെ സർക്കാരിനൊപ്പം തളരാതെ നിന്ന ഇറാനിലെ പൗരന്മാരെ എംബസി അഭിനന്ദിച്ചു. യുദ്ധം, അക്രമം, അനീതി എന്നിവയ്ക്കെതിരെയുള്ള ശക്തമായ ഒരു കോട്ടയായി രാഷ്ട്രങ്ങളുടെ ഐക്യദാർഢ്യവും പ്രവർത്തിക്കുന്നുവെന്നും ഇന്ത്യയിൽ നിന്നും ലഭിച്ച പിന്തുണ അംഗീകരിച്ചുകൊണ്ട് ഇറാനിയൻ എംബസി പറഞ്ഞു. ഇന്ത്യയിലെ ജനങ്ങൾ കാണിക്കുന്ന വിലമതിക്കാനാകാത്ത പിന്തുണയ്ക്ക് ഒരിക്കൽ കൂടി ആത്മാർത്ഥമായി നന്ദി പറയുകയാണെന്നും എംബസി കൂട്ടിച്ചേർത്തു. ജൂൺ 13-നാണ് ഇസ്രായേലും ഇറാനും തമ്മിലുള്ള സംഘർഷം ശക്തി പ്രാപിച്ചത്. ഇറാന്റെ സൈനിക കേന്ദ്രങ്ങൾക്കും ആണവ കേന്ദ്രങ്ങൾക്കും ബാലിസ്റ്റിക് മിസൈൽ ഫാക്ടറികൾക്കും നേരെ ഇസ്രായേൽ ആക്രമണം നടത്തിയതോടെയായിരുന്നു ഇത്. മിഡിൽ ഈസ്റ്റിലെ സംഘർഷാവസ്ഥ ഇത് രൂക്ഷമാക്കി. സംഘർഷം ശക്തമായതോടെ ഇന്ത്യ ഇതിനെതിരെ നിരവധി തവണ ശബ്ദമുയർത്തി. അവയിൽ പലതും ഇറാനെ പൂർണ്ണമായും പിന്തുണച്ചുകൊണ്ടുള്ളതായിരുന്നു. അതേസമയം സംഘർഷം ശക്തി പ്രാപിക്കുന്നതിൽ ഇന്ത്യൻ സർക്കാർ ആശങ്ക പ്രകടിപ്പിക്കുകയും പ്രശ്നങ്ങൾ അവസാനിപ്പിക്കാൻ ആഹ്വാനം ചെയ്യുകയും ചെയ്തു. ഇന്ത്യയിലെ സാധാരണക്കാരായ ആളുകളും സോഷ്യൽ മീഡിയയിൽ ഇറാനെ പിന്തുണയ്ക്കുകയും ഇസ്രായേലിന്റെയും US-ന്റെയും നിലപാടുകളെ വിമർശിക്കുകയും ചെയ്തു. ഇതിനിടയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇറാനിയൻ പ്രസിഡന്റ് മസൂദ് പെസേഷ്കിയുമായി സംസാരിക്കുകയും ആശങ്ക അറിയിക്കുകയും ചെയ്തു. സോണിയാഗാന്ധി ഉൾപ്പെടെയുള്ള കോൺഗ്രസ് നേതാക്കളും ഇറാന് പൂർണ്ണമായ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചിരുന്നു.